അപ്പൊ ഞങ്ങൾ എടുക്കാനായിട്ട് ബാങ്കിൽ ചെന്നപ്പോ മാനേജർ പറഞ്ഞു റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരണമെന്ന്. ഇപ്പൊ നോമിനിന്ന് വെച്ചിട്ടുണ്ട് അച്ഛൻ? ഏതോ ഓമന? ഓമനല്ല, നോമിനി ഉണ്ടോന്നാ ചോദിക്കണത്. അത് അമ്മയായിരുന്നു. അമ്മേനെ കൊണ്ടുണ്ട്. ഈ അമ്മക്ക് നോമിനി എന്ന് പറഞ്ഞിട്ടൊരു പേരുള്ള കാര്യം നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പരേതന്റെ ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് റിലേഷൻ സർട്ടിഫിക്കറ്റ്. ഏത് പരേതന്റെ? ഈ മരിച്ചുപോയ ആളുടെ. അത് സദാനന്ദൻ. അല്ല, നിങ്ങളെ ഈ മരിച്ചുപോയ അച്ഛന്റെ പേരെന്താ? സദാനന്ദൻ. അയാളെ പറ്റിയാണല്ലോ ഇപ്പൊ അറിയണത്. അവനാരാ പരേതൻ? കഷ്ടാണ്. നിങ്ങളിപ്പോ ഇന്ന് വന്നിട്ട് നിങ്ങൾ മൂന്നാളും മക്കളാന്ന് പറയണത്. നാളെ ഇപ്പൊ വേറൊരാള് വന്നിട്ട് ഞാൻ മോനാന്ന് പറഞ്ഞാൽ എന്റെ പണി പോവില്ലേ? അങ്ങനെ അടിച്ചപ്പോ നമ്മുടെ ചാപ്പ കുറ്റി അടിച്ചു പിടിക്കുകയാണ്. ടീച്ചർ ഇന്നലെ എന്ത് പണിയാണ് കാണിച്ചത്? എന്തുപറ്റി? എന്തിനാ ബസ്സിൽ പോയത്? ഞാനെന്നും ബസ്സിൽ തന്നെയല്ലേ പോണ. പക്ഷേ എന്നാലും ഇന്നലെ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ. അതെന്നും അങ്ങനെ തന്നെയാ. സ്കൂൾ വിടുന്ന സമയമല്ലേ, സീറ്റൊന്നും കിട്ടാറില്ല. ആ പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ടീച്ചറിനെ തിക്കിഞ്ഞിരിക്കായിരുന്നു. എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോ. ടീച്ചറിന് സീറ്റ് കിട്ടിയില്ലല്ലോ. ഓ, ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക്. സാറില്ല മാഷെ. ടീച്ചർ എന്ത് വാട്സപ്പ് ഓൺ ചെയ്യാത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ? വീട്ടിൽ പോയി പണികളില്ലേ, പിന്നെ വാട്സപ്പ് ഒക്കെ ഇരിക്കാൻ പറ്റുമോ? ഒരു നേരത്തും ഓൺലൈനിലില്ല. അതേ, എനിക്ക് കാറുണ്ടല്ലോ, ഞാൻ സ്കൂൾ വിടുമ്പോൾ വണ്ടിയിലുണ്ടാവും. ടീച്ചർ വന്നു, ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടേക്കാം. സാർ എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിടും. സാർ എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ്സിലാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കല. അവിടെ പോയിരുന്നു. മാഷെ, ഞാനിന്ന് ബൈക്ക് എടുത്തിട്ടില്ല. എന്നെ ഒന്ന് കാറിൽ വീട്ടിലിറക്കി വിടും. ഞാൻ ആ വഴിയല്ലല്ലോ മാഷെ. ടീച്ചറുടെ വീട്ടിലേക്ക് പോണ വഴിക്ക് എന്റെ വീട്. അതെ, ആ റൂട്ട് മൊത്തം അലമ്പായി കിടക്കുകയാണ്. ഒന്ന് ക്ലിയർ ആയേക്കട്ടെ. എന്താടാ? ഞങ്ങള് വെറുതെ അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ വേറൊരു കാര്യം കൂടി. കാര്യം ഉണ്ടാവൂലോ, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ വരില്ലല്ലോ. എന്താണ്? നീ എന്താ കൈ കൊണ്ട് തട്ടുന്നത്? എന്റെ അച്ഛൻ മാത്രമല്ലോ, നിന്റെ കൂടി അച്ഛനല്ലേ? പറയ്. അത് അച്ഛാ, ഇന്നലെ ഏട്ടന് എണീറ്റ് ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറയാൻ വയ്യ, നീ തന്നെ പറഞ്ഞു കൊടുക്കും മണ്ടു. അത് നീ കണ്ട സ്വപ്നം എങ്ങനെ അവള് പറയുന്നത്? ഞാൻ പറയാ, അച്ഛൻ ഇങ്ങനെ ഒരു പാടവരമ്പത്തൂടെ നടക്കുകയായിരുന്നു. അച്ഛൻ ഞാൻ പറയാൻ ആ പാടവരമ്പിൽ കൂടെ അച്ഛൻ അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ എതിർവശത്തുനിന്ന് ഒരു വല്ലാത്തൊരു കാളങ്ങനെ ഭയങ്കര കൊമ്പക്കായിട്ടുള്ള ഒരു കാള ഓടി ഇങ്ങോട്ട് വരികയാണ് അച്ഛന്റെ നേരത്തെ. ആ കാളങ്ങനെ കുതിച്ച്. മനസ്സിലായി. എന്നിട്ട് ആ കാള വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഞാൻ മറിഞ്ഞു വീണ് ചത്തു. നീ അച്ഛന്ന് പറഞ്ഞിട്ട് ഞെട്ടി ഉണർന്നു. ഇതല്ലേ സ്വപ്നം? ഭയങ്കര കരച്ചിലായിരുന്നു. രാവിലെ തന്നെ അച്ഛനെ കൊണ്ടൊന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാ ഒന്ന് സമാധാനമായി. അപ്പൊ എന്റെ കാർഷിക പെൻഷൻ വന്നൂലേ? വന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പെൻഷൻ കിട്ടിയെന്ന് രാവിലെ നിങ്ങൾ സ്വപ്നം കണ്ടു പറഞ്ഞ് എന്റെ അടുത്ത് വന്നില്ല. ചക്ക എന്റെ തലയ്ക്ക് വീണിട്ട് ഞാൻ ചത്തു. പിന്നെ വിളിപ്പിച്ച കാര്യം എന്താ പ്രശ്നം പറയുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായുധയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണം പറഞ്ഞു എന്നോട്. ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കണത് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാ വെക്കുകയും ചെയ്ത്. അല്ല, ആരായി സായുധ? ഇപ്പൊ സായുധ ആരാന്ന് അറിയണ്ടപ്പോ നിങ്ങൾ സായുധയുടെ കാര്യം പറയാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചായി. സായുധയുടെ പാല് കുടിച്ചിട്ടാണ് അയൽവക്കം മുഴുവൻ കഴിയുന്നത്. എന്താണ് ഈ ഓഫീസിൽ നിന്ന് വൃത്തിയായിട്ട് പറയണെങ്കിൽ? വൃത്തിയോട് എന്താ ചങ്ങായി പറഞ്ഞേ? എന്ത് വൃത്തിയോട്? എരുമപ്പാൽ ഇത്ര വൃത്തിയായിട്ടാ? പാൽസുപാലിനെ കാട്ടി നല്ല ഉത്തമാണ് എരുമപ്പാല്. മരുന്നാണ്. സായുധ എരുമേനി ഓത്തോ പറയണ്ടങ്ങള്. നിങ്ങൾ ആദ്യം സായുധ സായുധ എന്നല്ല പറഞ്ഞ എരുമയാന്ന് പറഞ്ഞോ? സുക്കൂറിനെ ഇപ്പൊ ഒരു 4 ദിവസം മുമ്പ് സുക്കൂറേ സുക്കൂറിനെ കൊണ്ടുപോയി. ഇപ്പൊ ഒരു 4 ആൾക്കാർ വന്നിട്ട്. അപ്പൊ അതിന് ശേഷമാണ് ഇപ്പൊ ഈ നിലവിളി കൂടിയേക്കണം. ഓൾക്കെ അതിപ്പോ നീയത്ത് ഇറക്കാൻ വേണ്ടിട്ടേ, പള്ളിയിലേക്കേ. അപ്പൊ വലിയ പെരുന്നാൾ വരുമല്ലേ, അപ്പൊ അതിനെ ഇറക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി സുക്കൂറിനെ. പോത്തിനെ. അപ്പൊ ഇവര് തമ്മിലൊരു നല്ല ഒരു ഇതായിരുന്നു എന്റെ സായുധയും സുക്കൂറും. അപ്പൊ ഓനെ അങ്ങടെ ആൾക്കാർ കൊണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഓളുടെ നിലവിളിപ്പ് ഇങ്ങനെ ഇത്തിരി കൂടിയേക്കണേ. മറ്റെന്താ വെച്ചാൽ നേരം വെളുക്കുമ്പോ ഇപ്പൊ ഞാനും പാർത്തുകൊണ്ടാക്കും, ഓരും അവിടുന്ന് ഇപ്പൊ സുക്കൂറിനെ പാർത്തുകൊണ്ടാക്കും. അപ്പൊ ആ ചെളിക്കുണ്ടിൽ ഇവിറ്റ സമാനമായിട്ട് അവിടെ അങ്ങനെ കിടന്നിരുന്നേ. ഒരു കാക്കയും കൂടി തലയിൽ വന്നിരുന്ന ബിറ്റ അറിയില്ല. അപ്പൊ മനുഷ്യന്മാരാണെങ്കിലും അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിലൊക്കെ ആയിരുന്നു ഒറ്റ. നല്ലയിലായിരുന്നു. അപ്പൊ അതിപ്പോ പെട്ടെന്ന് ഓനങ്ങട് കൂട്ടത്തിന്ന് അങ്ങോട്ട് പോയപ്പോഴേ അതിന്റെ ഒരു ഇടങ്ങറ അതിനുണ്ട്.